ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും രാധാസ് ഫാമിലി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ, അതായത് 3/1/25 പത്രമാറ്റിൻ്റെ കഥ എന്താണെന്ന് വെച്ചാൽ, ദാദർശും നയനയും കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറയും, മുത്തശ്ശനും മുത്തശ്ശിക്കും വളരെ സന്തോഷമായിട്ടുണ്ട് പിന്നെ നിൻ്റെ കാര്യത്തിൽ, പിന്നെ നമുക്കിനി ഒരുപാട് സമ്മാനങ്ങൾ വരും എന്നൊക്കെ ഇങ്ങനെ പറയാൻ. അപ്പോൾ അവൾ പറയും, അതിനൊന്നും ആവശ്യമില്ല എന്ന് പറയും. അപ്പോൾ പറയും, പിന്നെ എന്തായാലും കാണാം ഇനി, കാരണം അവർക്ക് പൊതുവേ നിന്നെ എല്ലാവർക്കാളും കൂടുതൽ ഇഷ്ടമാണ്, ഇപ്പോൾ ആ ഇഷ്ടം കുറച്ച് കൂടിയിട്ടേ ഉള്ളൂ എന്നൊക്കെ പറയും. അപ്പോൾ നയന പറയും, ശരിയാണ്, മുത്തശ്ശിക്ക് ഒരുപാട് സ്നേഹമായിരുന്നു എന്നോട്, സാധാരണത്തെക്കാളും കൂടുതൽ സ്നേഹമായി എന്നോട് എന്നൊക്കെ അങ്ങനെ പറയും. അങ്ങനെ അവർ രണ്ടാളും സംസാരിക്കും. പിന്നെ നയന പറയും, ഒരു കാര്യം ചെയ്യും ആദർശേട്ടൻ, ശരി ആദർശേട്ടൻ, നീ ആദർശേട്ടൻ നമ്മുടെ അടുത്തേക്ക് പോയിക്കോളും, അവിടെയല്ലേ ആൾ വേണ്ടത് എന്ന് പറയും. അപ്പോൾ പറയും, അവിടെ അച്ഛണ്ടല്ലോ അറിയാം, എന്നാലും ആദർശേട്ടനെ അത്രയ്ക്ക് ഇഷ്ടമല്ല അമ്മയ്ക്ക്, ആദർശേട്ടൻ അവിടെ പോയിരിക്കും തന്നെയാവും അമ്മയ്ക്ക് സന്തോഷം, അമ്മ അങ്ങോട്ട് പോയിക്കോളൂ പറയും. അപ്പോൾ അവരിങ്ങനെ ഓക്കെ എന്നുള്ളതിൽ നിൽക്കട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശി ഒരുപാട് സ്വർണം എടുത്തു വയ്ക്കുന്നുണ്ട് കേട്ടോ, ഒരുപാട് സ്വർണ്ണമുണ്ട്. അങ്ങനെ എടുത്തു വയ്ക്കുന്നതാണ് കാണുന്നത്, ഒരു ബോക്സ് തുറന്നിട്ട്. അപ്പോൾ പറയും, ഇതൊക്കെ മോൾക്ക് കൊടുക്കണം എന്ന് പറയും. അപ്പോൾ അത് കണ്ടൊരു ജലജ അങ്ങനെ കണ്ണു മിഴിച്ച് അന്തം വിട്ട് നോക്കുകയാണ്, ഇതിപ്പോൾ ആർക്കാണ് ഈ സ്വർണ്ണമൊക്കെ കൂടെ എടുക്കണതെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പറയും, അപ്പോൾ പെട്ടെന്ന് ഇവരിങ്ങനെ തലയുയർത്തി നോക്കുന്ന സമയത്ത് മുത്തശ്ശി ഇങ്ങനെ നോക്കുമ്പോൾ കാണാൻ ജലജ അവിടെ നിൽക്കണം. നോക്കും, ഒന്നുമല്ല അമ്മ, ഇതെന്താ സ്വർണ്ണം, ഇത് ആർക്കാ നോക്കും, ആർക്കെങ്കിലും ആയിക്കോട്ടെ, നിനക്കെന്താന്ന് നോക്കും. അമ്മ ഇത് ജ്വല്ലറി കൊണ്ടുവയ്ക്കാൻ പോവുകയാണോ, ഇപ്പോഴത്തെ കാരണം പഴയ സ്വർണ്ണത്തിന് ഇപ്പോൾ ഒന്ന് പോളിഷ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഭയങ്കര വില കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പറയും, എനിക്ക് എൻ്റെ സ്വർണ്ണം വിട്ടിട്ടുള്ള കാശൊന്നും വേണ്ട എന്ന് പറയും. അപ്പോൾ ഇത് ആർക്കെങ്കിലും ആയിക്കോട്ടെ, നിനക്കെന്താ വയ്ക്കും. ഇപ്പോൾ മുത്തശ്ശൻ അതിലിങ്ങനെ വർത്താനം പറയും, നിനക്കും നിൻ്റെ മകനും സ്വർണത്തിനോടും പണത്തിനോടാണ് ആർത്തി, അല്ലാണ്ട് മനുഷ്യരോടല്ല എന്നങ്ങനെ പറയുകയാണ് മുത്തശ്ശൻ കേട്ടോ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, മുത്തശ്ശനും നീ വാ സുന്ദരി എന്നും പറഞ്ഞിട്ട് മുത്തശ്ശിയുടെ കൈയും പിടിച്ചിട്ട് അങ്ങനെ നടന്ന് പോകുമ്പോൾ ഇവളിങ്ങനെ താടിക്ക് കൈയും കൊടുത്ത് നിൽക്കും. ദൈവം ഇക്കണ്ട സ്വർണം കൊണ്ട് എങ്ങോട്ടപ്പോൾ ഇവർ പോണ്, സ്വർണം മാത്രമല്ല വേറെ എന്തൊക്കെയോ പരിദോഷങ്ങളുണ്ട് കവറിൽ, 2-3 കവറുകളിൽ കൈ പിടിച്ചിട്ടാണ് പോണത്. അതിലിങ്ങനെ അന്തം വിട്ടിങ്ങനെ നോക്കും, ഒരു സമാധാനം ഇല്ല കേട്ടോ. കൂട്ടിൽപ്പെട്ട വെരികിനെ പോലെ ജലജ അങ്ങനെ ആകപ്പാടെ അങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് താഴെ കാണിക്കുമ്പോൾ ചായയും കൊണ്ട് വരികയാണേ. ചായ കൊടുന്ന് മേശപ്പുറത്തേക്കുമ്പോൾ ആദർശ് അബി ഇറങ്ങി വരുന്നു. അപ്പോൾ അബി അറിയും, നീ എങ്ങോട്ടാ അപ്പോൾ ഒരുങ്ങി കെട്ടിയിട്ട് എന്നറിയും. ഞാൻ ഓഫീസിലേക്ക്. എടാ ആ കിളവിനും കൂടെ ഉണ്ട്, പിന്നെ സ്വർണം കൊണ്ട് പോയിട്ട് ആർക്ക് കൊടുക്കാനാണാവുമെന്ന് പറഞ്ഞു. സ്വർണം കൊണ്ട് എങ്ങോട്ടാ, അത് ചിലപ്പോൾ ജ്വല്ലറി, അതൊന്നുമല്ല, ജ്വല്ലറിക്കൊന്നുമല്ല, പിന്നെ മാറ്റി വാങ്ങാനാവുമെന്ന് അവൻ പറയും. അതിനൊന്നുമല്ല, അതിൻ്റെ ഒന്നും ആവശ്യം, അമ്മ ഇപ്പോൾ സ്വർണ്ണമൊന്നും അങ്ങനെ ഇടാറില്ല എന്നറിയും. എന്നാൽ പിന്നെ അമ്മായിക്ക് കരൾ കൊടുത്തില്ലേ, ആ കുട്ടിക്ക് കൊടുക്കാനാവും എന്നറിയും. അങ്ങനെയും ശരിയാവുമല്ലോ, അതാവും ചിലപ്പോൾ, എന്നാലും ഇത്രയും സ്വർണ്ണമൊക്കെ കൊടുക്കണോ എന്നറിയാം. എനിക്കത് കേട്ടിട്ട് ഒരു സമാധാനം ഇല്ലടാ, ഞാൻ നോക്കി വെച്ച സ്വർണ്ണമാണത് അങ്ങനെ. അപ്പോൾ പറയും, നീ ഒന്ന് പോയി നോക്കടാ, ഇപ്പം അച്ഛന് സുഖമില്ലാത്തതുകൊണ്ട് വണ്ടി മെല്ലെ പോവുള്ളൂ, അതുകൊണ്ട് നീ ഒന്ന് പിന്നാലെ പോയി നോക്കാം, ആർക്കാ കൊടുക്കുന്നതെന്ന് അറിയാലോ എന്നറിയും. ശരി എന്നാൽ ഞാനൊന്ന് പോയി നോക്കണം, അവൻ അതിലും നല്ലത്, തള്ളയ്ക്ക് പറ്റിയ മകൻ തന്നെ. അങ്ങനെ അവൻ പിന്നാലെ വണ്ടി വിടുകയാണേ. അപ്പോൾ അവർ അച്ഛനും അമ്മയും കൂടി ഇങ്ങനെ കാറിലിരുന്ന് സംസാരിച്ചു കൊടുക്കുക, മുത്തശ്ശനും മുത്തശ്ശിയും കാറിലിരുന്നുകൊണ്ട് സംസാരിച്ചുകൊണ്ട് പോയി. ഇതൊന്നും ഇപ്പോൾ മോളെടുത്ത് ചോദിച്ചിട്ട് കൊടുക്കാണ്ടിരിക്കാൻ, കാരണം മോള് ചോദിച്ചാൽ വേണ്ടാന്നേ പറയുള്ളൂ പറയും. ഇപ്പോൾ വസുന്ധര ചെയ്തത് എന്തായാലും നല്ല കാര്യമാണ്, പിന്നെ അവൾക്ക് എത്ര കൊടുത്താലും നമുക്ക് മതിയാവില്ല, അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതിൽ പറയും, അത് ചോദിക്കാതെ കൊടുക്കുന്നതന്നെ നല്ലത്, ഇതല്ലെങ്കിലും ഞാൻ മോൾക്ക് എടുത്ത് വെച്ചത് തന്നെ ആയിരുന്നു എന്നൊക്കെ പറയാം. അങ്ങനെ രണ്ടാളും സംസാരിക്കുമ്പോൾ പിന്നാലെ അബി കാറും കൊണ്ട് ഇവരുടെ പിന്നാലെ വിടുന്നുണ്ടേ. അങ്ങനെ പെട്ടെന്ന് ഇവരെ വീട്ടിലേക്ക് വണ്ടി തിരിക്കുമ്പോൾ അങ്ങനെ ആലോചിക്കും, ഇത് ആദർശേട്ടനിപ്പോൾ നയനടുത്തിയുടെ അച്ഛനും അമ്മയ്ക്കും പുതുതായി വാങ്ങിക്കൊടുത്ത വീടാണല്ലോ, അങ്ങോട്ടാണല്ലോ പോണത്, അപ്പോൾ ഇത് നയനടുത്തേക്ക് കൊടുക്കാനാണോ ഈ സ്വർണം എന്നിങ്ങനെ ആലോചിക്കുകയാണ്. എന്താപ്പോൾ ഇവരിവിടെ എന്നങ്ങനെ പറയും. എന്നിട്ട് അങ്ങനെ അവൻ തിരിച്ച് പോരുകയാണ് കേട്ടോ. അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി അകത്തേക്ക് കയറി ചെല്ലുമ്പോഴേക്കും കനക കാണും. പെട്ടെന്ന് പറയും, ഗോവിന്ദേട്ടൻ വേഗം വരും, ഇതാ മൂർത്തി സാറും അമ്മയും കൂടെ വരുന്നു എന്നറിയും. അപ്പോൾ അയാളും ഇങ്ങനെ നോക്കുമ്പോൾ കയ്യിലേക്ക് നോക്കും. അപ്പോൾ പറയും, എന്താടോ ഞങ്ങളിങ്ങോട്ട് വരുന്നത് തനിക്ക് ബുദ്ധിമുട്ടായി നോക്കുമ്പോൾ, ഒരിക്കലും ഇല്ല, ആദ്യം ഞങ്ങൾക്ക് കുറച്ചൊരു വിഷമം ഉണ്ടായിരുന്നു, കാരണം എന്താ വെച്ചാൽ വിവരം അറിയാതെ വരുമ്പോൾ, ഇപ്പോൾ എല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ വരുന്നത്, ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ പറയും. അതിൽ പറയും, ഞങ്ങൾക്ക് അവിടെ ഞങ്ങൾ വീട്ടിൽ അവിടെ ഇരുന്നാൽ ഞങ്ങളുടെ ആത്മാവ് ഇവിടെയല്ലേ ഇരിക്കുന്നത് എനിക്ക് ഇങ്ങനെ പുള്ളി ഇങ്ങനെ ഇതായി പറയൂ കേട്ടോ. അപ്പോൾ വരൂ സാറി വന്നിരിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പോയി അവിടെ ഇരുന്ന് വർത്തമാനങ്ങൾ പറയും. ഞങ്ങളിപ്പോൾ വന്നതേ മോൾക്ക് കുറച്ച് സമ്മാനങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. സമ്മാനമോ എന്ന് വയ്ക്കും അവർ, കാരണം അവർക്ക് പാവം, അയാൾക്ക് പ്രത്യേകിച്ച് അയാൾക്ക് ഒന്നിനോടൊരു താല്പര്യമില്ലാത്തൊരു മനുഷ്യൻ, അതിൽ സമ്മാനം എന്ന് വയ്ക്കും. അപ്പോൾ ഇത് മോൾക്കുള്ളതാണ് എന്നറിയാം, അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നറിയാം.
അപ്പോൾ പറയും അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, ഇതാ ഒന്നില്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ ഞങ്ങളിത് മോൾക്ക് കൊടുക്കാൻ വെച്ച സ്വർണ്ണങ്ങൾ തന്നെയാണ്, പക്ഷേ അത് ഒരു ദിവസം നേരത്തെ ആയി എന്ന് മാത്രം എന്ന് പറയും. അതല്ല, മോൾക്ക് അതിനൊന്നും ആവശ്യമില്ല, മോളൊന്നും ആലോചിച്ചിട്ടല്ല ചെയ്യുന്നത് എന്ന് പറയും. അപ്പോൾ പറയും അങ്ങനെയല്ല, ഇത് ഞങ്ങളുടെ ഒരു സന്തോഷത്തിനാണ് എന്ന് പറയും. അങ്ങനെ വാടോ നമുക്ക് മോളടുത്തേക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നയന കിടക്കുന്നിടത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ നയന ഇങ്ങനെ മച്ചിൽ നോക്കി കിടക്കുന്നുണ്ടാവും. അപ്പോഴാണ് മോളെ വിളിച്ചിട്ട് ചെല്ലുക. മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ നീക്കാൻ നോക്കുമ്പോൾ നീക്കണേ കിടന്നോളൂ എന്നറിയും മുത്തശ്ശൻ. അപ്പോൾ പറയും എന്താ മുത്തശ്ശി എന്ന് ചോദിക്കും. അപ്പോൾ പറയും ഞങ്ങൾ മോൾക്കൊരു സമ്മാനം തരാൻ വന്നതാണ് എന്ന് പറയും. അപ്പോൾ അപ്പോൾ ഇങ്ങനെ അന്തം വിട്ട് നോക്കും. അപ്പോൾ ആ ബോക്സ് തുറന്നിട്ട് ഇങ്ങനെ അപ്പോൾ അയ്യോ എന്തിനാ മുത്തശ്ശി ഇതൊക്കെ ഇങ്ങോട്ട് കൊടുക്കുന്നത്, ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല, ഞാനൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല മുത്തശ്ശി അമ്മയ്ക്ക് ഇതൊക്കെ ചെയ്തത് എന്ന് പറയും. അതെൻ്റെ കടമയായിട്ടാണ് ഞാൻ ചെയ്തത്. അറിയാം, പക്ഷേ ഇത് ഞങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തതാണ് എന്ന് പറയും. അപ്പോൾ എന്നാലും ഇതൊന്നും വേണ്ട എന്നറിയാം. അതൊന്നും പറ്റില്ല അറിയും. മോളുടെ ആദർശിൻ്റെ അച്ഛനും ഒക്കെ മോളോട് കരൾ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് കേട്ടോ ഇല്ലല്ലോ. അതുപോലെ ഇത് ഞങ്ങളുടെ ഇഷ്ടമാണ്, ഞങ്ങളിത് ചെയ്യും എന്നറിയും. അപ്പോൾ ഇനിയും ഇതിൻ്റെ പിന്നാലെ ഇനിയും ഒരുപാട് സാധനങ്ങൾ വരും, ഞങ്ങൾ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നറിയും. അല്ല മുത്തശ്ശി അതിൻ്റെ ഒന്നും ആവശ്യമില്ല, മോളൊന്നും പറയണ്ട എന്നറിയും. അപ്പോൾ പറയും ഞാൻ സത്യമായിട്ടും ഞാനൊന്നും ആഗ്രഹിച്ചിട്ടല്ല ചെയ്തത്, അതിൻ്റെ കടമയായിട്ടാണ് ഞാൻ ചെയ്തത്. ആയിക്കോട്ടെ അതിനെന്താ, അതിനൊന്നും കുഴപ്പമില്ല എന്ന് പറയും. അങ്ങനെ അവരോടൊന്ന് സന്തോഷിച്ച് ഇതൊന്നും ഇനി മോള് വേണ്ടാന്ന് പറയരുത് എന്നൊക്കെ പറഞ്ഞാൽ അവർ അത്രയും മനസ്സ് നിറഞ്ഞാണ് അവൾക്ക് ഗിഫ്റ്റുകൾ ഓരോന്ന് കൊടുക്കുന്നത് കേട്ടോ. വളരെ സന്തോഷമായിട്ടുള്ള നിമിഷങ്ങളാണ് ആ സമയമൊക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മളെ ജലജിയും ജാനകിയും കൂടെ ഇങ്ങനെ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയ പോലെ ഇരിക്കുക. എവിടേക്കാണ് പിക്കണ്ട സ്വർണ്ണം മുഴുവനും പോയത്, ആർക്കാ കൊണ്ടുപോയി കൊടുത്തത് ഒരു വിവരമില്ല. അപ്പോൾ അബീനെ വിളിച്ചപ്പോൾ അബി പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരട്ടെ എന്നാണ് ഇത്ര അബി പറഞ്ഞത്. അതും പറഞ്ഞിരിക്കുകയാണ്. അവനെന്താണ് ഒന്നും പറയാഞ്ഞത്. അപ്പോൾ ഞാനങ്ങോട്ട് വരട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താണാവോ കാര്യം. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ ഇതായിട്ടിങ്ങനെ വെപ്രാളെ ഈ കൂട്ടുപ്പെട്ട മെരുകെന്നൊക്കെ പറയില്ല, അതിൻ്റെ അവസ്ഥയിൽ അതിൽ പറയും എന്നാലും ഇത്രയും സ്വർണ്ണം ആർക്കും. ആ സ്വർണ്ണത്തിനോടാണെങ്കിൽ എല്ലാവർക്കും ഒരു കമ്പുണ്ടായിരുന്നു, ഏടത്തിക്ക് വരെ ദേവയാനടുത്തേക്ക് വരെ ആ സ്വർണ്ണത്തിനോടൊരു കമ്പുണ്ടായിരുന്നു. അപ്പോൾ ആ സ്വർണ്ണമാണ് ഇപ്പോൾ പോയത്, ആർക്കാണ് കൊണ്ടേ കൊടുത്തത്. അപ്പോൾ പറയും അത് ചിലപ്പോൾ ഇടത്തേക്ക് കരൾ കൊടുത്ത ആ കുട്ടിക്ക്, എന്നാലും ഇത്രയും സ്വർണ്ണമൊക്കെ കൊണ്ടു കൊടുക്കണം, ഒരു 10-25 ലക്ഷം കൊടുത്താൽ പോരെ, നിങ്ങളുടെ ഒരു മനസ്സ് കേൾക്കണേ, കൊടുത്താൽ പോരായിരുന്നു, ഇങ്ങനെ ഇത്രയും സ്വർണം കൊണ്ടേ കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ അവരുണ്ടാളും ഭയങ്കര ചർച്ചയിലാണ്. എന്തായാലും വല്ലാത്തൊരു കഷ്ടമായി പോയിട്ടോ എന്നൊക്കെ പറയും. അപ്പോഴേക്കും കാണാൻ അബി വരുന്നു. അബീനെ കാണുമ്പോൾ അത് അവൻ വരുന്നുണ്ട് പറയും. അബി വരുമ്പോൾ പറയും ആർക്കാടാ സ്വർണം കൊടുത്ത്, നീ കണ്ടോ ആർക്കാ കൊണ്ടേ കൊടുത്തെന്ന്? കണ്ടു, ആർക്കാ കൊടുത്തെന്ന് ഞാൻ കണ്ടു, അത് കണ്ടാ പറഞ്ഞാൽ നിങ്ങളൊക്കെ ഞെട്ടും എന്നറിയാം. അപ്പോൾ ആർക്കാ എന്താടാ പറയുക എന്നറിയാം. അതെ ഇവിടുത്തെ ആർക്കും ഇഷ്ടമില്ലാത്തൊരാളുണ്ടല്ലോ, അവർക്ക് തന്നെ സ്വർണം കൊണ്ടേ കൊടുത്തിരിക്കും. ആർക്ക് എന്നറിയാം, ആരാ? അമ്മയ്ക്കൊക്കെ ആരെയും ഇഷ്ടമില്ലാത്തത്? ഇവിടുത്തെ മൂത്ത മരുമകൾ നയനടുത്തിയുടെ വീട്ടിലാണ് അവർ അച്ഛനും മുത്തശ്ശിയും കയറിപ്പോയത്. ആ തലമൂത്ത നരച്ച അങ്ങനെ ഏറ്റവും മോശമായിട്ടാണ് കേട്ടോ അവരെ സംബോധന ചെയ്യുന്നത് തന്നെ. അതിലിവരാകെ എന്ത് കാര്യത്തിനാണ് അവൾക്ക് ഇത്രയും സ്വർണം കൊണ്ടേ കൊടുത്തത്? അപ്പോൾ ഇവർ അങ്ങനെ അന്തം വിട്ട് അത് കേട്ടിട്ട് അനാമിക അങ്ങോട്ട് വരും. അനാമിക വരുമ്പോൾ അനാമിക എല്ലാം കൂടെ നന്നായിട്ട് കൂട്ടിക്കെട്ടി വീട്ടിൽ കൊണ്ടേ കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന അങ്ങോട്ടൊക്കെയാണ് ഈ ഇങ്ങനൊരു കാര്യം വന്നത്. ഇത്രയും സ്വർണം കൊണ്ടുപോയി നയനയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അതെന്ത് പണിയാണ് ചെയ്തത്? എന്തിനാ അവൾക്ക് സ്വർണം കൊടുത്തത്? ഇവിടെ ഞങ്ങൾ 3 കൊച്ചുമക്കളില്ലേ, ഞങ്ങൾക്ക് 3 പേർക്ക് ഒരേപോലെ തരേണ്ടതല്ലേ? പിന്നെ എനിക്കിതുവരെ മുത്തശ്ശി ഒരു സാധനം തന്നിട്ടില്ല. അന്ന് അമ്മായി ആദർശേട്ടൻ്റെ അമ്മ വല്യമ്മ തന്ന സ്വർണ്ണം അല്ലാണ്ട് വേറെ ഒന്നും എനിക്ക് കിട്ടില്ല. എനിക്കിപ്പോൾ സ്വർണ്ണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ, എന്നാലും തന്നാൽ എനിക്ക് സന്തോഷമല്ലേ എന്നങ്ങനെ പറയും അവൾ. അപ്പോൾ ജാനകി ശരിയാണ് എന്നറിയാം. അപ്പോൾ പറയും എന്തായാലും പിന്നെ ഇത് വല്ലാത്ത ചതിയായി പോയി, അങ്ങനെയാണെങ്കിൽ ചോദിക്കണം, ഇത് എന്തിനാ ഇത്രയും സ്വർണ്ണം അവർക്ക് കൊടുത്തെന്ന് ചോദിച്ചേ പറ്റൂ. അനാമിക നിന്ന് എന്താ പറയുക, ഇത് വെളിച്ചപ്പാട് ഒരു വാളവള കൈ കൊടുത്ത് അവൾ തലക്കി വെട്ടും, അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അതിൽ ആകപ്പാടെ പെണ്ണുങ്ങളൊക്കെ കിടക്കും. അതിൻ്റെ കൂടെ അബി പിന്നെ 2 കറതാ സാധനം. അനാമിക മറ്റവൾ അങ്ങോട്ട് നവ്യ കാണുന്നില്ലേ, അങ്ങനെ ആകപ്പാടെ എന്ത് ചെയ്യുമെന്ന് അറിയാണ്ട് നിൽക്കുക. എന്നാലും ഇത്രയും സ്വർണം കൊണ്ടുപോയി കൊടുത്തല്ലോ, എന്ത് കാര്യത്തിനാണ് ഇത്രയും സ്വർണം കൊണ്ടുപോയി കൊടുത്തത്? അച്ഛനും അമ്മയ്ക്കും എന്താ തലയ്ക്ക് ഭ്രാന്തായോ? ഇങ്ങനത്തെ മണ്ടത്തരങ്ങളൊക്കെ കാട്ടി ഇതിന് മാത്രം അവൾ എന്ത് ചെയ്തിട്ടാണ്? ഇതാണ് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ആകപ്പാടെ ഇവർ കാട്ടാന്ന് ഉരുണ്ട് ആകെ ഒരു സമാധാനം നഷ്ടപ്പെട്ട പോലെ കേട്ടോ. അവിടെ അനാമിക പോവാണ്, ചാടിത്തുള്ളിയിട്ട് അങ്ങോട്ട് പോകും. എന്നിട്ട് വേഗം വിളിക്കുക അപ്പോൾ അവിടെ വീട്ടിലേക്ക്. അപ്പോൾ അച്ഛൻ നീച്ച് വന്നിട്ട് നീച്ച് വരുമ്പോൾ
പിന്നെ ഇവള് ഭാര്യ ചായ കൊണ്ടുവന്ന് വേണുട്ടാറിന് കൊടുക്കുകയാണ്. അപ്പോൾ കാണാൻ ഫോൺ ഇത് കണ്ടോ വേണുട്ടാ, എത്രങ്ങാനും കൊള ഈ പെണ്ണിന് എന്താ പ്രാന്ത, ഇനിയിപ്പോൾ അവിടെ വല്ല പ്രശ്നം ഉണ്ടായിരുന്നോ എന്ന് പറയും. എന്നിട്ട് അങ്ങോട്ട് തിരിച്ചു വിളിക്കുമ്പോൾ എന്താ മോളെ നീ വിളിച്ചത് ചോദിക്കുമ്പോൾ നിങ്ങളിത് എവിടെ പോയി കിടക്കുന്നത്, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ നേരത്ത് നിങ്ങളിതെന്താ ഫോൺ ഓഫാക്കി വെച്ചോ. അപ്പോൾ പറഞ്ഞു ഫോണിൽ സൈലൻറ്റിലായിരുന്നു മോളെ, അതാ. എന്താ അവിടെ വിശേഷങ്ങളിലുള്ളൂ ഇവിടെ എന്ന് പറയും. എന്താ മോളെ പറയും. ആ കളവിയും കൂടിയിട്ടുണ്ട്, സ്വർണം കൊണ്ട് പോയിട്ട് എന്ന് പറയും. സ്വർണം കൊണ്ട് എങ്ങോട്ട് പോയി, 100 പവൻ സ്വർണ്ണം ഉണ്ടാവും. ആ സ്വർണം കൊണ്ട് പോയിട്ട് അമ്മേ ആ സ്വർണ്ണം ഞാൻ കണ്ണു വെച്ചതായിരുന്നു, എന്ത് ഡിസൈനുള്ള സ്വർണ്ണമെന്ന് അറിയാമോ, അത് ഓരോന്നും ഓരോ നല്ല വെയിറ്റുള്ള സ്വർണ്ണമാണ്, ഞാനത് കണ്ണു വെച്ചതായിരുന്നു. എങ്ങോട്ടാ പോയതായിരിക്കും, അവൾക്ക് കൊടുക്കാൻ, നയനയ്ക്ക് കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോയിരിക്കാനോ. നയനയ്ക്ക് കൊടുക്കാനോ? അപ്പോൾ പറയാം അതിൽ ഇത് കേട്ടോ, ആ കിളവിനും കളവഴി 100 പവൻ സ്വർണം കൊണ്ട് പോയിട്ടേ നയനയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞു. ഇങ്ങോട്ട് കാണിച്ച ഫോൺ എറിയും വേണു. അങ്ങനെ ഫോൺ വാങ്ങുകയാണേ. വേണു വാങ്ങിയിട്ട് എറിയും. പറ മോളെ എന്താ കാര്യം എന്നറിയാം. അച്ഛാ, ആ കിളവിയും ചാവണം, എന്നാലേ ശരിയാവുള്ളൂ, അല്ലാണ്ട് നമ്മളുടെ കാര്യങ്ങൾ നടക്കില്ല. ആ സ്വർണം മുഴുവൻ അവൾക്ക് കൊണ്ടുവരും, എന്ത് കാര്യത്തിന് അവൾക്ക് കൊണ്ടുപോയി കൊടുത്തണമെന്ന് അറിയില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സംഭാഷണം ഇടയ്ക്ക് ഉണ്ടാവുന്നുണ്ട്. കാരണം നന്ദുവിൻ്റെ കല്യാണം ഫിക്സ് ചെയ്തോ, ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ടാണോ സ്വർണം കൊണ്ടുപോയി കൊടുത്തത്, അങ്ങനെയും ഒരു സംസാരം ജലജിയും കനകയൊക്കെ കൂടെ പറയുന്നുണ്ട്. അപ്പോൾ അനാമിക്ക് അത്ര ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ആ കഥ. അതിനുശേഷമാണ് അമ്മയും അച്ഛനെയും വിളിക്കുന്നത്. അച്ഛൻ ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല, നമ്മളൊരു പ്ലാനൊന്നും നടക്കില്ല കേട്ടോ, എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ എന്നൊക്കെ പറയുകയാണേ. അതിൽ പറയും ഇനി എന്ത് ചെയ്യാനാ, ആ കളവിനെ അങ്ങോട്ട് തട്ടാം, എന്നാൽ എന്തെങ്കിലും ചെയ്യുള്ളൂ വേഗം എന്ന് പറയും. അപ്പോൾ പറയും പിന്നെ ഒരു കാര്യം ചെയ്യും മോളെ, ആദ്യം നീ പോയിട്ട് ആശുപത്രി കിടക്കുന്നവളെ അവളെ ചൂട് പിടിക്കുക, അവളുടെ അടുത്ത് പോയിട്ട് എരിവും പുളിയും വെച്ച് പറയുകയാണേ. അപ്പോൾ പിന്നെ എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം എന്നിങ്ങനെ പറയും. അതിൽ അവിടുന്ന് എന്താ പറയുക, ആകപ്പാടെ സമാധാനം കെട്ട് എല്ലാവരുടെയും സമാധാനം പോയി, അനാമികയുടെ വീട്ടിലുള്ളവരുടെയും ഒക്കെ സമാധാനം പോയിട്ടാണ് നടക്കുന്നത്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അങ്ങനെ കഴിഞ്ഞു പോയി. നല്ല രസമായിട്ട് തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡ് നടന്നത്, കുറേ ചിരിക്കാനുണ്ട്. എന്തായാലും സ്വർണം പോയിട്ട് ഇത്രയും കാശ് കോടീശ്വരന്മാരാണ് കേട്ടോ. എന്നിട്ടാണ് ഈ കാട്ടിക്കൂട്ടുന്ന ഇതൊക്കെ. എന്തായാലും നമുക്ക് കാണാം ഇനിയുള്ള എപ്പിസോഡുകൾ, അടിപൊളിയായിരിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. കൂടെ എൻ്റെ കുറേ വീഡിയോസ് ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചിലർക്കൊന്നും നോട്ടിഫിക്കേഷൻ ചെല്ലുന്നില്ല, എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു, എന്താ കാരണം എന്ന് എനിക്ക് അറിയില്ല. പിന്നെ കാണണം, എല്ലാവരും കണ്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തണം കേട്ടോ. പിന്നെ എല്ലാവർക്കും എൻ്റെ ഒരുപാട് താങ്ക്സ്.